ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പച്ചൻ. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവനും ക്രിസ്മസിന്റെ ആഘോഷ തിമിർപ്പിലാണ്. ആളുകളെല്ലാം അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു, പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടികൾക്കാണെങ്കിൽ വളരെ സന്തോഷം. തെരുവുകളിലൊക്കെ വലിയ സന്തോഷത്തിന്റെ ആരവം നമുക്ക് കാണാൻ കഴിയും. പടക്കം പൊട്ടിക്കുന്നു, മത്താപ്പൂ കത്തിക്കുന്നു, അങ്ങനെ പല വിധത്തിലുള്ള ആഘോഷ പരിപാടികൾ. അപ്പോൾ യുവജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് നല്ല സന്തോഷത്തിന്റെ അവസരമാണിത്. എന്നാൽ എന്തുകൊണ്ടാണ് യേശുവിന്റെ ജനനം ഇത്രയധികം ലോകവ്യാപകമായിട്ട് ആളുകൾ ആഘോഷിക്കുന്നത്? യേശു ആരായിരുന്നു? ഇതിനെക്കുറിച്ചൊരു കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. ഏകദേശം 2000 വർഷത്തിന് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനാണ് യേശു. കാലഘട്ടം തന്നെ രണ്ടായിട്ട് തിരിഞ്ഞത് യേശുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ടാണ്. AD എന്നും BC എന്നുള്ള വേർതിരിവ് വന്നത് യേശു ഒന്നതിനാണ്. അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി യേശുവിനെ എന്തുകൊണ്ട് ആളുകൾ ബഹുമാനിക്കുന്നു എന്നുള്ള നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, യേശുവിന്റെ ജീവിത രീതിയും പഠിപ്പിക്കലുകളും അത്രയധികം ജനങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ് യേശു നമുക്ക് വേണ്ടി പ്രദാനം ചെയ്തത്. ഒരു കാര്യം ബൈബിളിൽ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ അവർക്ക് ചെയ്യുക എന്നുള്ള ഒരു സംഗതി, അത് എത്രയോ വലിയൊരു സന്ദേശമാണ്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് യേശു പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത്രയധികം സ്വാധീനമുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ലോകത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. ലൈംഗിക ധാർമ്മികത ഏറ്റവും അധികമായിട്ട് രൂക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. യാതൊരു നിയന്ത്രണമില്ലാതെയാണ് ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. എന്നാൽ യേശുവിന്റെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ നമുക്ക് എത്രയോ സംരക്ഷണമാണ് പ്രദാനം ചെയ്യുന്നത്. തെറ്റായ ഒരു ആന്തരത്തോടുകൂടിയ സ്ത്രീയെ നോക്കുന്ന ഏവനും അവരുമായിട്ട് ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു എന്നുള്ള യേശുവിന്റെ സന്ദേശം എത്ര നല്ലതാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി അല്ലേ? അപ്പൊ ലൈംഗിക ധാർമ്മികതയിൽ നിന്ന് ഓടിയാലെന്നൊക്കെ ആളുകളെ സഹായിക്കുന്ന എത്രയോ വലിയ നിർദ്ദേശങ്ങളാണ് യേശു ക്രിസ്തു പ്രദാനം ചെയ്തത് അല്ലേ? ചിന്തിച്ചു നോക്കി. അപ്പൊ യേശുവിന്റെ അത്രയും സ്വാധീനം ചെലുത്തിയിട്ടുള്ള വേറൊരു ചരിത്ര പുരുഷൻ ഇതുവരെയും നമുക്ക് കാണാൻ കഴിയില്ല. അത്രയധികം സ്വാധീനമായിരുന്നു യേശുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് ജനങ്ങളെ നേർവഴിക്ക് നയിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ തന്റെ സ്വന്തം ജീവിതത്തിലൂടെയും അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിന്റെ പ്രഭാഷണത്തിലൂടെയും യേശുക്രിസ്തു പ്രദാനം ചെയ്തു. അപ്പൊ അത് ബാധകമാക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യും. നേർവഴിയിലൂടെ മുന്നോട്ട് പോകാൻ തക്കോണം നമ്മളെ സഹായിക്കും. നമുക്ക് പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് അതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം യേശുവിനെ പിന്തുടരുന്നു അത്രയധികമുള്ള സന്തോഷവും സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. എന്നാൽ ഈ കാര്യങ്ങളും തിരിച്ചറിയാതെയാണ് പലപ്പോഴും യഥാർത്ഥത്തിൽ ഈ ആഘോഷ പരിപാടികൾ നടത്തുന്നത്. യേശു ആരായിരുന്നെന്നും യേശുവിന്റെ തത്വങ്ങൾ എന്തായിരുന്നു സംബന്ധിച്ചും ഉള്ള കാര്യങ്ങളെല്ലാം ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ കേവലം യേശുവിന്റെ ജനനം മാത്രം ആഘോഷിക്കുന്നതിൽ അർത്ഥമില്ല. മറിച്ച് യേശു നമ്മളെ പഠിപ്പിച്ചതും അതോടൊപ്പം തന്നെ പ്രായോഗികമാക്കാൻ തക്കൊണ്ട് നമ്മളെ നിർദ്ദിഷ്ടമായ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ജീവിക്കുമ്പോൾ ജീവിതം കൂടുതൽ അർത്ഥവത്തായി തീരും. അതാണ്. അപ്പൊ ഏതായാലും ജാതി മത വ്യത്യാസമില്ലാതെ ചരിത്രം അംഗീകരിക്കപ്പെടുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് യേശുവിനെ കണ്ടെത്താൻ തക്കണം കഴിയും. അപ്പൊ എല്ലാ മനുഷ്യരുടെയും സന്തോഷത്തിലും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരവസരമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലമായ അറിവല്ല, യേശു ആരായിരുന്നു എന്നുള്ളതും എന്തിനു വേണ്ടിയിട്ടാണ് ഭൂമിയിൽ ജനിച്ചത് എന്നുള്ളതും ഇനി യേശുവിന്റെ ദൗത്യം എന്താണെന്നുള്ളതും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ബൈബിളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് നമ്മളെ യഥാർത്ഥത്തിൽ നമ്മളെ കൂടുതൽ സന്തോഷവാനാക്കുന്നത്.
അപ്പോൾ യേശുവിൻ്റെ ജനനം കേവലം ആഘോഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് ജീവിത ഉദ്ദേശം, യേശുവിൻ്റെ ജീവിത ഉദ്ദേശം എന്തായിരുന്നു, യേശുവിന് എന്താണ് നമ്മളോട് പറയാനുള്ളത്, ഭാവിയിൽ യേശു ആരാണ്, എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബൈബിളിൻ്റെ ഒരു സമഗ്രമായ പഠനം തീർച്ചയായിട്ടും നമ്മളെ ഈ കാര്യങ്ങൾക്കെല്ലാം സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ പ്രദാനം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.